ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ അതേസമയം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഹിന്ദു ദൈവങ്ങൾ മിത്താണോ, കെട്ടുകഥയാണോ? ഈ ചോദ്യം കാലങ്ങളായി പല മനസ്സുകളിലും ഉയർന്നു വരുന്ന ഒന്നാണ്. ഈ ചോദ്യം കേൾക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം. ചിലർക്കിത് വിശ്വാസത്തിന്റെ വിഷയമാണ്, മറ്റു ചിലർക്ക് യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും. ഈ വീഡിയോയിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് ചിന്തിക്കാനും പല കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കാനും നമുക്ക് ശ്രമിക്കാം. നമ്മൾ ഇവിടെ ഒരു അന്തിമ വിധി പ്രസ്താവിക്കുകയല്ല, മറിച്ച് ഈ ചോദ്യത്തെ അതിന്റെ എല്ലാ സങ്കീർണതകളോടും കൂടി സമീപിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അതൊരു യൂണിഫൈഡ് ആയിട്ടുള്ള വിശ്വാസ രീതി അല്ലെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ഹൈന്ദവം എന്നത് വിവിധങ്ങളായ ആചാരങ്ങളും വിശ്വാസങ്ങളും തത്വചിന്തകളും ദൈവസങ്കല്പങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ധാരയാണ്. അതുകൊണ്ട് ഒരു ജനറൽ ആൻസർ കണ്ടെത്തുന്നത് എളുപ്പമല്ല. നമസ്കാരം, ഞാൻ രഞ്ജിത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം മിത്ത് എന്ന വാക്കിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സാധാരണയായി മിത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വരുന്നത് സത്യമല്ലാത്തത്, കെട്ടുകഥ, മിഥ്യാബോധം എന്നെല്ലാമാണ്. എന്നാൽ പുരാണങ്ങളെയും ഐതിഹ്യങ്ങളെയും കുറിച്ച് പറയുമ്പോൾ മിത്ത് എന്ന വാക്കിന് മറ്റൊരു മാനം കൂടിയുണ്ട്. ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങൾക്കും അവരുടേതായ പുരാണങ്ങളും ഐതിഹ്യങ്ങളുമുണ്ട്. ഗ്രീക്ക് പുരാണങ്ങൾ, റോമൻ പുരാണങ്ങൾ, ഈജിപ്ഷ്യൻ പുരാണങ്ങൾ എന്നിങ്ങനെ പലതും. ഇവയെല്ലാം മനുഷ്യന്റെ ഭാവനയിൽ നിന്ന് ഉടലെടുത്ത കഥകളായി നാം കാണുന്നു. എന്നാൽ ഈ പുരാണങ്ങൾ വെറും കെട്ടുകഥകൾ മാത്രമാണോ? അല്ല. പലപ്പോഴും ഈ പുരാണങ്ങൾ ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളെയും ധാർമ്മികതയെയും പ്രകൃതിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളെയും പ്രതിഫലിപ്പിക്കുന്നു. അവ കേവലം കഥകളല്ല, മറിച്ച് ആഴത്തിലുള്ള അർത്ഥങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്നവയാണ്. ഒരുപക്ഷെ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ മനുഷ്യന്റെ മനസ്സിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ പുരാണങ്ങൾ സഹായിച്ചിരിക്കാം. അതുകൊണ്ട് മിത്ത് എന്ന വാക്കിനെ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത കഥകൾ എന്ന അർത്ഥത്തിൽ കാണുന്നതാണ് കൂടുതൽ ഉചിതം, അല്ലാതെ തികച്ചും അസത്യം എന്ന അർത്ഥത്തിലല്ല. ഹൈന്ദവ ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ വൈവിധ്യം നമ്മെ അത്ഭുതപ്പെടുത്തും. ഒരേ സമയം ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും ഹൈന്ദവ ധർമ്മത്തിൽ കാണാം. ഹൈന്ദവ തത്വചിന്തയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ബ്രഹ്മം എന്ന പരമമായ സത്യത്തെക്കുറിച്ചാണ് നാം അറിയുന്നത്. ഈ ലോകത്തിലെ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന രൂപമില്ലാത്ത, നാമമില്ലാത്ത, എല്ലാറ്റിനും അതീതമായ ഒരേ ഒരു ശക്തി. ഈ ബ്രഹ്മത്തെയാണ് പലരും ഈശ്വരനായി കാണുന്നത്. ഉപനിഷത്തുകളിലും വേദാന്തത്തിലും ഈ ആശയം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ കാഴ്ചപ്പാടിൽ നാം കാണുന്ന വിവിധ ദൈവങ്ങൾ ഈ ഒരേ ഒരു പരമമായ ശക്തിയുടെ വിവിധ ഭാവങ്ങൾ മാത്രമാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മഴ, കാറ്റ്, തീ എന്നിവയിലെല്ലാം ഈ ശക്തിയുടെ സാന്നിധ്യം കാണാം. എന്നാൽ സാധാരണക്കാർക്ക് ഈ രൂപമില്ലാത്ത ശക്തിയെ ആരാധിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ വിവിധ ഭാഗങ്ങളെയും ശക്തികളെയും മനുഷ്യരൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കാൻ തുടങ്ങി. ബ്രഹ്മാവ് സ്രഷ്ടാവായും വിഷ്ണു സ്ഥിതി ചെയ്യുന്നവനായും ശിവൻ സംഹാരകൻ എന്നിങ്ങനെ ത്രിമൂർത്തികളായി ഈ ശക്തിയെ കണ്ടു. പിന്നീട് ഓരോ ദേവനും ദേവിക്കും അവരുടേതായ കഥകളും രൂപങ്ങളും ആയുധങ്ങളും വാഹനങ്ങളും ഉണ്ടായി. ലക്ഷ്മി സമ്പത്ത്, സരസ്വതി വിദ്യ, പാർവതി ശക്തി തുടങ്ങിയ ദേവിമാരും ഈശ്വരന്റെ വിവിധ ഭാവങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഗണപതി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ദൈവങ്ങൾ ഹൈന്ദവ വിശ്വാസത്തിലുണ്ട്. ഓരോ ദൈവവും ഓരോ ഗുണത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. ഈ ബഹുദൈവ സങ്കല്പം മനുഷ്യന്റെ മനസ്സിൽ ഈശ്വരനെ കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ചു. ഓരോ വ്യക്തിക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ദൈവത്തെ തിരഞ്ഞെടുക്കാനും ആ ദൈവത്തിലൂടെ പരമമായ ശക്തിയെ അറിയാനും സാധിച്ചു. ഇത് ഇഷ്ടദേവതാ സങ്കല്പം എന്നറിയപ്പെടുന്നു. ഹൈന്ദവ ദൈവങ്ങളെക്കുറിച്ചുള്ള കഥകൾ, അതായത് പുരാണങ്ങളും ഇതിഹാസങ്ങളും രാമായണം, മഹാഭാരതം പോലുള്ളത് വെറും കെട്ടുകഥകൾ മാത്രമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ കഥകൾക്ക് പല തലങ്ങളുണ്ട്. പല കഥകളും നന്മ തിന്മകളെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള പാഠങ്ങൾ നൽകുന്നു. ഉദാഹരണത്തിന് രാമായണം ധർമ്മത്തെയും ത്യാഗത്തെയും കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മഹാഭാരതം ജീവിതത്തിലെ സങ്കീർണമായ ധാർമ്മിക പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ കഥകളിലെ ദൈവങ്ങളും മനുഷ്യരും ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ശരിയും തെറ്റും എന്താണെന്ന് സമൂഹം മനസ്സിലാക്കുന്നു. പണ്ടുകാലത്ത് മനുഷ്യന് പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് കുറവായിരുന്നു. ഇടിമിന്നൽ, മഴ, സൂര്യോദയം, സൂര്യാസ്തമയം, ഭൂകമ്പം തുടങ്ങിയവയെല്ലാം അവർക്ക് അത്ഭുതങ്ങളായിരുന്നു. ഈ പ്രതിഭാസങ്ങളെ ദൈവങ്ങളുമായി ബന്ധപ്പെടുത്തി കഥകൾ മെനഞ്ഞു. ഉദാഹരണത്തിന് ഇന്ദ്രൻ മഴയുടെ ദേവനായും അഗ്നി തീയുടെ ദേവനായും സങ്കല്പിക്കപ്പെട്ടു. ഇത് പ്രകൃതിയെ മനസ്സിലാക്കാനും അതിനോട് ഭയഭക്തി ബഹുമാനത്തോടെ പെരുമാറാനും അവരെ സഹായിച്ചു. ചില തത്വചിന്തകർ ദൈവങ്ങളെയും കഥകളെയും മനുഷ്യന്റെ ഉള്ളിലെ വിവിധ ഭാവങ്ങളുടെയും ശക്തികളുടെയും പ്രതീകങ്ങളായി കാണുന്നു. ഉദാഹരണത്തിന് സരസ്വതി ജ്ഞാനത്തെയും ലക്ഷ്മി ഐശ്വര്യത്തെയും ദുർഗ ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. ഇത് മനുഷ്യന്റെ ആന്തരിക ലോകത്തെ മനസ്സിലാക്കാനും സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും സഹായിക്കുന്നു.
ചില പണ്ഡിതന്മാർ വാദിക്കുന്നത് ദൈവകഥകൾ ഒരു സമൂഹത്തിൽ ക്രമം നിലനിർത്താനും നിയമങ്ങൾ പാലിക്കാനും ആളുകളെ ഒരുമിച്ച് നിർത്താനും സഹായിച്ചു എന്നാണ്. ദൈവഭയം ആളുകളെ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു പരിധിവരെ സഹായിച്ചിരിക്കാം. ഈ കഥകൾക്ക് ചരിത്രപരമായ അടിസ്ഥാനമുണ്ടോ എന്നത് മറ്റൊരു ചോദ്യമാണ്. പലപ്പോഴും ഈ കഥകളിലെ സംഭവങ്ങൾ എവിടെയാണ് നടന്നത്, എപ്പോഴാണ് നടന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ ഈ കഥകൾക്ക് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ്. അവ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലും നൃത്തത്തിലുമെല്ലാം വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങൾ മിത്തല്ല. അവർക്ക് ദൈവങ്ങൾ ജീവനുള്ള യാഥാർത്ഥ്യങ്ങളാണ്. പ്രാർത്ഥനയിലൂടെയും ഭക്തിയിലൂടെയും അവർ ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നു. പല വിശ്വാസികളും തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചതായി പറയുന്നു. അത് ഒരു രോഗത്തിൽ നിന്ന് മുക്തി നേടലാകാം, ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടലാകാം, അല്ലെങ്കിൽ മനസമാധാനം കണ്ടെത്തലാകാം. വിശ്വാസത്തിന് യുക്തിയുടെയോ ശാസ്ത്രത്തിന്റെയോ അളവുകോലുകൾ ബാധകമല്ല. വിശ്വാസം എന്നത് വ്യക്തിപരമായ അനുഭവമാണ്. ഒരു വ്യക്തിക്ക് ഒരു ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം അവർക്ക് ശക്തിയും ധൈര്യവും ആശ്വാസവും നൽകുന്നു. അമ്പലങ്ങളിൽ പോകുന്നതും വഴിപാടുകൾ നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം അവർക്ക് മാനസികമായ സംതൃപ്തി നൽകുന്നു. ഈശ്വരൻ എന്ന സങ്കല്പം അവർക്കൊരു വഴികാട്ടിയും താങ്ങും തണലുമാണ്. ചിലർക്ക് ദൈവങ്ങൾ കേവലം ഒരു വിശ്വാസം എന്നതിലുപരി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവരുടെ സംസ്കാരവും ആചാരങ്ങളും ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്സവങ്ങൾ, പൂജകൾ, വ്രതങ്ങൾ എന്നിവയെല്ലാം ഈ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മറ്റൊരു വിഭാഗം ആളുകൾ യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ദൈവങ്ങളെ സമീപിക്കുന്നു. അവർക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്തതൊന്നും സത്യമല്ല. ദൈവങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് അവർ ദൈവങ്ങളെ ഒരു മിത്തായി കണക്കാക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചും ശാസ്ത്രം പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവയൊന്നും ഒരു ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമില്ലാത്തവയാണ്. അതുകൊണ്ട് ദൈവങ്ങൾ എന്ന ആശയം മനുഷ്യന്റെ ഭാവനയിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് അവർ വാദിക്കുന്നു. മനുഷ്യൻ ഭയത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും പ്രകൃതിയുടെ ശക്തികളെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടും ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നും അവർ പറയുന്നു. പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ അതിനെ ദൈവകോപമായി കണ്ടു. രോഗങ്ങൾ വരുമ്പോൾ ദൈവത്തെ ആശ്രയിച്ചു. എന്നാൽ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഈ പ്രതിഭാസങ്ങൾക്കെല്ലാം ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ലഭിച്ചു. എങ്കിലും ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ജീവൻ എങ്ങനെ ആരംഭിച്ചു? മരണശേഷം എന്ത് സംഭവിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ശാസ്ത്രത്തിന് പൂർണ്ണമായ ഉത്തരം നൽകാൻ കഴിയാത്തതുകൊണ്ട് പലരും ആത്മീയമായോ മതപരമായോ ഉള്ള ഉത്തരങ്ങൾ തേടുന്നു. ഹൈന്ദവ തത്വചിന്ത കേവലം ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. അത് ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും മനുഷ്യന്റെ നിലനിൽപ്പിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുന്നു. ആത്മാവ്, പുനർജന്മം, കർമ്മഫലം, മോക്ഷം തുടങ്ങിയ ആശയങ്ങൾ ഹൈന്ദവ തത്വചിന്തയുടെ ഭാഗമാണ്. ഈ തത്വചിന്തകൾ മനുഷ്യനെ ഒരു നല്ല ജീവിതം നയിക്കാനും മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറാനും ആന്തരിക സമാധാനം കണ്ടെത്താനും സഹായിക്കുന്നു. പലപ്പോഴും ദൈവകഥകളിലൂടെയും പുരാണങ്ങളിലൂടെയും ഈ തത്വചിന്തകൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരുന്നു. ഉദാഹരണത്തിന് ഭഗവത്ഗീതയിലെ കൃഷ്ണന്റെ ഉപദേശങ്ങൾ കേവലം ഒരു ദൈവത്തിന്റെ വാക്കുകളായി മാത്രമല്ല, ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം, ധർമ്മം എങ്ങനെ പാലിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വഴികാട്ടിയായി കാണാം. ഹൈന്ദവ ദൈവങ്ങളും അവയെക്കുറിച്ചുള്ള കഥകളും ഇന്ത്യൻ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. കല, സാഹിത്യം, സംഗീതം, നൃത്തം, വാസ്തുവിദ്യ എന്നിവയിലെല്ലാം ഈ ദൈവങ്ങളുടെ സ്വാധീനം വ്യക്തമാണ്. ക്ഷേത്രങ്ങൾ, ശില്പങ്ങൾ, ചിത്രങ്ങൾ എന്നിവയെല്ലാം ഈ വിശ്വാസത്തിന്റെ പ്രതിഫലനങ്ങളാണ്. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഈ ദൈവങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഓണം, വിഷു, ദീപാവലി, നവരാത്രി, ശിവരാത്രി തുടങ്ങിയ ആഘോഷങ്ങളെല്ലാം ഹൈന്ദവ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ആഘോഷങ്ങൾ ആളുകളെ ഒരുമിപ്പിക്കുകയും സാംസ്കാരിക പൈതൃകം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ സാംസ്കാരിക പ്രാധാന്യം കാരണം ഹൈന്ദവ ദൈവങ്ങളെ കേവലം മിത്ത് എന്ന് തള്ളിക്കളയുന്നത് എളുപ്പമല്ല. അവ ഒരു സമൂഹത്തിന്റെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സ്വത്വത്തിന്റെയും ഭാഗമാണ്. അവസാനമായി, ഹൈന്ദവ ദൈവങ്ങൾ മിത്താണോ എന്ന ചോദ്യത്തിന് ഒരു ലളിതമായ ഉത്തരമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും കാഴ്ചപ്പാടിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം കാരണം പലരും ദൈവങ്ങളെ മിത്തായി കണക്കാക്കുന്നു. അവർക്ക് ഇത് മനുഷ്യന്റെ ഭാവനയുടെയും വിശ്വാസത്തിന്റെയും സൃഷ്ടിയാണ്. വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ ദൈവങ്ങൾ ജീവനുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അവർക്ക് ദൈവവുമായുള്ള ബന്ധം വ്യക്തിപരവും ആഴത്തിലുള്ളതുമാണ്. വിശ്വാസം അവർക്ക് ശക്തിയും ആശ്വാസവും നൽകുന്നു. തത്വചിന്തയുടെയും സാംസ്കാരിക പഠനങ്ങളുടെയും കാഴ്ചപ്പാടിൽ ദൈവകഥകൾ ആഴത്തിലുള്ള ധാർമ്മികവും തത്വചിന്താപരവുമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. അവ ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. മിത്ത് എന്ന വാക്കിന് ഇവിടെ പ്രതീകാത്മകമായ സത്യം എന്ന അർത്ഥം കൈവരുന്നു. അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടിനെയും വിശ്വാസത്തെയും ആശ്രയിച്ചിരിക്കും. ഒരാൾക്ക് മിത്തായത് മറ്റൊരാൾക്ക് പരമമായ സത്യമാകാം. ഈ വിഷയത്തെക്കുറിച്ച് തുറന്ന മനസ്സോടെയും പരസ്പര ബഹുമാനത്തോടെയും സംസാരിക്കാൻ നമുക്ക് കഴിയണം.
ഹൈന്ദവ ധർമ്മം അതിന്റെ വിശാലമായ കാഴ്ചപ്പാടുകളിലൂടെയും വൈവിധ്യമാർന്ന തത്വചിന്തകളിലൂടെയും മനുഷ്യന് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താനും ആന്തരിക സമാധാനം നേടാനും ഒരു നല്ല വ്യക്തിയായി ജീവിക്കാനും സഹായിക്കുന്നു. ദൈവങ്ങൾ മിത്ത് ആണോ അല്ലയോ എന്നതിലുപരി അവ മനുഷ്യരാശിക്ക് നൽകുന്ന സന്ദേശങ്ങളും അവയുടെ സാംസ്കാരിക പ്രാധാന്യവും വ്യക്തിഗതമായ ആത്മീയ അനുഭവങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും കാഴ്ചപ്പാടുകളെയും ബഹുമാനിച്ചുകൊണ്ട് ആരോഗ്യകരമായ ഒരു സംവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. ജയ് ഹിന്ദ്.